അങ്ങനെ ഞങ്ങളിതേ കന്യാകുമാരി എത്തിയിട്ടോ. കന്യാകുമാരി എത്തിയിട്ട് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ എണീറ്റു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആ ഭംഗി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കടലിൻ്റെയൊക്കെ. പിന്നെ അത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതാണ്. നമുക്ക് സൺസെറ്റ് ചെയ്യുകയാണെങ്കിൽ മേലെ പോകണം. ഞാൻ പോയില്ല കേട്ടോ, ഒറ്റയ്ക്കായതുകൊണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് രാവിലെ എണീറ്റ് എന്താ പറയുക, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ നന്ദുട്ടനൊക്കെ അവിടെ ഉറങ്ങുകയാണ്. എൻ്റെ കണ്ണൻ കുട്ടി ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മയൊക്കെ റെഡിയാണ്, ചേച്ചി റെഡിയാണ്, എല്ലാം റെഡിയാണ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു പോകില്ല കേട്ടോ. എന്താ പറയുക, നല്ലൊരു അടിപൊളി റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ തുറന്നാൽ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതൊക്കെ തന്നെ ഒരു ഹാപ്പിനെസ്. അത്രയും നല്ലൊരു ഹാപ്പിനെസ് വന്ന എൻ്റെ ഭർത്താവിൻ്റെ 1000 നന്ദി. അപ്പോൾ ഞങ്ങളിന്ന് 15th വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രഷപ്പായിട്ട് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകാൻ പോകുന്നു കേട്ടോ. കണ്ണൻകുട്ടിക്ക് ഇഷ്ടമായോ ഇത്? കണ്ണൻകുട്ടിക്ക് ഇഷ്ടമായോ? കണ്ണൻകുട്ടിക്ക് നാണാണേ, കണ്ണൻകുട്ടിക്ക് നാണാണേ. കണ്ടോ, ഇപ്പോൾ ഉറങ്ങി നീറ്റിട്ടുള്ളൂ കേട്ടോ അവൻ. ഞാൻ കണ്ടു നമ്മുടെ കണ്ണൻകുട്ടി ഇതേ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ ഇടയിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇത് ഏട്ടൻ ചായയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അത് കപ്പിലാക്കിയിട്ട് കൊണ്ടുവന്നു തന്നു. അപ്പോൾ വെഡിങ് ഡേക്ക് അല്ലേ ഒരു കപ്പ് ചായയൊക്കെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനത് ഏട്ടൻ്റെ കപ്പിൽ ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് എടുക്കാൻ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ ചായ കൊണ്ടുവരുന്നത് കണ്ടിട്ട് എൻ്റെ നിന്ന് മേടിച്ചിട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ചിരി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നെ. അന്തോട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ചായ ആയിരുന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇതേ കന്യാകുമാരിയിൽ ദേവിയുടെ ടെമ്പിളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതെല്ലാവരും അമ്പലത്തേക്ക് റെഡിയായി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചേച്ചി. താങ്ക് യു. എൻ്റെ ചേച്ചിയുടെ ഒരു ദിവസമാണ് കേട്ടോ വെഡിങ് ഡേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിഷ് ചെയ്തത് കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് വിഷ് ചെയ്തു, ഞാൻ അവൾക്ക് വിഷ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അവിടെ നിന്ന് കാറിൽ കയറി എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കന്യാകുമാരിയിലുള്ള ദേവീ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമ്മ എന്ന് പറയില്ലേ, അതുപോലെ കടൽ ദൈവം എന്നും പറയാം. അങ്ങനത്തെ ഒരു ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളിതേ കാണുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം മൊത്തം കടലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ. അമ്പലത്തേക്ക് വന്നു കേട്ടോ കന്യാകുമാരി. ഇങ്ങനെ നമ്മളിതേ തൊഴാൻ വേണ്ടി ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് ഒരു താമരപ്പൂവും തുളസിമാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ വീഡിയോസൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങളിതേ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈഡിലിതേ പ്രസാദം, കുങ്കുമം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ കുറച്ച് പ്രസാദമൊക്കെ മേടിച്ചു. ഉള്ളിൽ നിന്ന് നമുക്ക് പ്രസാദവും ഇങ്ങനെ തലയിൽ വയ്ക്കാൻ മുല്ലപ്പൂവൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കടകൾ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് ഈ ശംഖുകളുടെ മാല, വീട്ടിലിങ്ങനെ വെക്കാൻ പറ്റിയ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ ഇങ്ങനെ നോക്കി അമ്മ ഓരോന്നും മേടിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും മേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ സംഭാരം കുടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചുറ്റും കടലാണെങ്കിൽ കൂടി നല്ല വെയിലും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ സംഭാരം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോരോ ഗ്ലാസ് സംഭാരമൊക്കെ കുടിച്ച് സൈഡിൽ നിന്ന് വേക്കിലേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈശ്വര, കണ്ണത്താ ദൂരം വരെ ഇങ്ങനെ കടൽ കാണുമ്പോൾ എന്തൊരു ഭംഗി അറിയോ. പക്ഷേ നമ്മൾ ഈ സുനാമി നടന്ന സ്ഥലമല്ലേ ഇതൊക്കെ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭീതിയാണ് കേട്ടോ. ഇവിടെയൊക്കെ തന്നെയല്ലേ സുനാമിയൊക്കെ വന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. സുനാമി ഇങ്ങനെ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ ഇങ്ങനെ കയറി വന്നതൊക്കെ ഇങ്ങനെ വീഡിയോസിലുള്ളതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ. ഈശ്വര, ഈ കടലല്ലേ എത്ര പേരിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭീതിയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളത് കടലൊക്കെ കണ്ടത്. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നീല ആകാശവും നീല കടലൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്കിനി വിവേകാനന്ദ പാറ കൂടി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയൊരു തട്ടുകടയിലൊക്കെ കയറി അവിടെ നിന്ന് ഇത് പൂരി മസാലയൊക്കെ കഴിച്ചു. പിന്നെ ഇത് കാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രൂ കോഫി. അപ്പോൾ അതൊക്കെ കുടിച്ചു. നല്ലൊരു ചെറിയ കടയാണെങ്കിൽ കൂടി നല്ല ക്ലീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്നാണ് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചതിന് ശേഷം. അപ്പോൾ ശകലം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതായത് വെക്കേഷൻ അല്ല അതുകൊണ്ട്. അപ്പോൾ അമ്മമ്മയാണെങ്കിൽ തീരെ ഞങ്ങളൊപ്പം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക, പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൈയൊക്കെ പിടിച്ചിട്ട് അമ്മമ്മ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിട്ടോ. പിന്നെ 75 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. പിന്നെ 450 രൂപയുടെ ടിക്കറ്റും ഉണ്ട്. അത് AC ആണ്. അപ്പോൾ നമുക്ക് മാത്രമായി സഞ്ചരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിങ് നമുക്ക് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി ഇത് ചുട്ടത് എന്താ പറയുക വെയിലത്ത് നിന്ന് മതിയായിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നതിന്
ശേഷം നമ്മൾ ബോട്ടിലേക്ക് കുറച്ചിങ്ങനെ നടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനെ മിസ് ചെയ്യണു, അച്ഛനും അമ്മയും കൂടിയിട്ട് ഇതേപോലെ ഒറ്റയ്ക്കൊക്കെ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് ആ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് സാരില്ല അമ്മ വിഷമിക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മേനെയും കൂട്ടിയിട്ട് അങ്ങനെ നടന്നു പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പതുക്കെയാണ് അമ്മമ്മ നടക്കേണ്ടായിരുന്നു കേട്ടോ ബാക്കിൽ. അപ്പോൾ നന്ദുക്കുട്ടിയാണെങ്കിലോ കണ്ണൻകുട്ടീൻ്റെ തോളത്ത് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഈ നടുക്കടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വിവേകാനന്ദ പാറേൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. കടൽ കാണുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലൊരു ഭീതി എപ്പോഴും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല, എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇത് എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ പോയത്. അപ്പോൾ ഈ എന്താ പറയുക, വെള്ളത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ അടുപ്പിച്ച് ബോട്ട് അടുപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, ആകാശവും കടലും എന്താ നല്ല കാറ്റും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി എപ്പോൾ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ വരാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റൊക്കെ മേടിച്ചതിന് ശേഷം മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് തന്നെ അമ്മമ്മേനെ ഇരുത്തിയിട്ട് അവിടെ അമ്മമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുന്ന് സൈഡിൽ കൂടെ കടലൊക്കെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഈ കണ്ണനെ നന്ദുമൊക്കെ ഇങ്ങനെ വരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്താ പറയുക, ഭംഗി എന്ന് പറഞ്ഞാൽ എന്തൊരു രസം അറിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. നല്ല ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഈ കയറ് കെട്ടിയതിൻ്റെ ഇപ്പുറത്ത് കൂടെയൊക്കെ ആൾക്കാർ റിട്ടേൺ പോകുന്നവരാണ് കേട്ടോ. നമുക്കിപ്പോൾ രാവിലെ നമ്മൾ ഒരു 9 മണിക്ക് ഇവിടെ കയറിയാലും വൈകിട്ട് 5 മണി വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ തന്നെ കയറി ഇറങ്ങണം എന്നൊന്നും ഇല്ല. അപ്പോൾ നല്ല കാറ്റും നല്ല രസമുണ്ടായിരുന്നു. സുനാമീനെ ആലോചിച്ചാൽ മാത്രം ഒരു ചെറിയ പേടിയാണ് കേട്ടോ. ഇനി സുനാമി ഒന്നും വരില്ലേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെ അതൊന്നും ആലോചിക്കാൻ തന്നെ നമുക്ക് പറ്റില്ല. വിവേകാനന്ദ പാറേൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു കെട്ടുണ്ട് കേട്ടോ. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളം വീണ് ശേഖരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ കടലിൻ്റെ അടുത്ത് മഴവെള്ളം കൂടി ശേഖരിക്കുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് തിരുവള്ളൂർ സ്റ്റാറ്റുവിൻ്റെ അടുത്തൊക്കെ കുറച്ച് കേടുപാടുകളില്ലെങ്കിൽ കൊണ്ട് അങ്ങോട്ടൊന്നും ആരും കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈം ആയിട്ടോ, ചായ കുടിക്കേണ്ട നേരമായിട്ടോ, അങ്ങനെ ഒരു ഷോപ്പിൽ നിർത്തി കേട്ടോ. ആ ഷോപ്പ് അന്നായിരുന്നു ഉദ്ഘാടനം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രഷ് ചായയും ഉഴുന്നുവടയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി ഉറങ്ങിയായിരുന്നു. അപ്പോൾ അവന് വേണ്ടതൊക്കെ ഞങ്ങൾ പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ വഴിയിരിക്കുന്ന ഒരു പനങ്കൽക്കണ്ട് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ നല്ല പനങ്കൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു 2 കിലോ പനങ്കൽക്കണ്ടൊക്കെ മേടിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ പനങ്കൽക്കണ്ട്, ഫ്രഷ് ആയിരുന്നു, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഇത് ഇടയ്ക്ക് ആവശ്യം വരുന്നല്ലേ കൊണ്ട് നമ്മളത് മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി വന്നപ്പോഴേക്കും നൈറ്റ് ആയിട്ടോ. അങ്ങനെ നമ്മളിത് ദാബയിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്ദുട്ടനാണെങ്കിൽ ദാബയിലത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇത് നമുക്കൊക്കെ കയ്യും കാലൊക്കെ വേദനയിൽ എല്ലാവരും ഒന്ന് എണീറ്റിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നന്ദുട്ടനാണെങ്കിൽ ഫ്രൈഡ് റൈസും കണ്ണൻകുട്ടിക്ക് കേട്ട് റൈസുമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും റൊട്ടിയും മഷ്റൂമും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളതെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടിയാണെങ്കിൽ കേട്ട് റൈസ് കഴിച്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കണ്ണൻകുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ലേ കഴിക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ടൈം ഒരു 12 മണിയായിട്ടോ സമയം. അപ്പോൾ ഇനി നമുക്കിനി ഒരു 2 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യാണ്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക മറക്കില്ല.